സ്കിൻ ഒന്ന് പ്ലംബി ആക്കി വെക്കണം, ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം എന്ന് വെച്ചാൽ സ്കിൻ കെയർ മാത്രം ചെയ്താൽ പോലെ ഈ ഒരു സംഭവം കൂടെ കുടിക്കണം കേട്ടോ. ഗൈസ്, ഈ ഒരു ഫേസ് പാക്ക് ആണ് പിങ്കി ആക്കുട്ടോ. നമ്മുടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും അടിപൊളിയായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതാണ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ. നമ്മുടെ ഹോൾ ബോഡി ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ആക്നെ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് അടിപൊളിയാണ് കേട്ടോ. ഹേ ഫാം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അഫോർഡബിൾ സ്കിൻ കെയർ റൂട്ടീനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് മസ്റ്റായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറി ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളൊരു ടീനേജർ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു സ്കിൻ കെയർ ഒക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സ്കിൻ കെയർ പറയാൻ പറ്റില്ല, അതിൽ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഹോം മെയ്ഡാണ് കേട്ടോ. സ്കിൻ കെയർ തന്നെയാണ്, പക്ഷെ ഫുള്ള് ഹോം മെയ്ഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അധികം അങ്ങോട്ട് എന്താ പറയുക ലേഗാക്കണില്ല, വൈകാണ്ട് വീഡിയോയിലോട്ട് ചാടിയാലോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ഫേസ് ഓയിലിംഗ് ആണ് കേട്ടോ. ഒന്നുമില്ല, കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ചെറിയ എക്സസൈസ് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. മടി കാരണം എനിക്ക് ചെയ്യാനേ തോന്നാറില്ല. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഡോട്ട് ആൻഡ് ഗീൻ്റെ മോയ്സ്ചറൈസർ ആണോന്ന്? അല്ല കേട്ടോ, ഇതാണ് നമ്മുടെ ഫേസ് ഓയിലാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു കുപ്പിയിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഓയിൽ. ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയായി. ഞാൻ വീഡിയോ ഇടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒരു 2 വീക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് പറയാ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ഒരു 1 വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്നി ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യും കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, അധികം പണിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഒരു ഓയിൽ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ നല്ല പ്രൈസാണ് കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അത്രയും വില കൊടുത്ത് വാങ്ങാനുള്ള മനസ്സൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് ഇതുപോലെ ഓയിലൊക്കെ ആക്കാം കേട്ടോ. ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. കോക്കനട്ട് ഓയിൽ എടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഫേസ് ഇതുപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി. നിറയെ ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ഫേസ് മസാജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഫേസ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫേസ് മസാജ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ ആക്നി റെഡ്യൂസ് ചെയ്യാനും റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനും പിന്നെ ഫേസൊക്കെ ഭയങ്കര ഡള്ളാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റി ഒരു ഫ്രഷ് ലുക്ക് തരാനും ക്ലിയർ സ്കിൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇതുവരെയും ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണെന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫേസിനെ മാറ്റിയെടുക്കും കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഗോഷ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫേസ് മസാജ്. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല അത് വേണമെന്ന്. അപ്പോൾ ഇങ്ങനെ പുരുകത്തിൻ്റെ അവിടെ ചെയ്തു കൊടുക്കുന്ന ടൈമിൽ അവിടെയും ബ്ലഡ് ഫ്ലോ കൂടും. അതുപോലെ തന്നെ നമ്മുടെ പുരുകമൊക്കെ വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഫേസ് ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു മസാജൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതാ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നത്, ഞാൻ ആ ഒരു ഫേസ് ഓയിലിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. അതുകൊണ്ടാണ്, ഇല്ലാണ്ട് അഹങ്കാരം കൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് കടലമാവ് എടുക്കുക കേട്ടോ. കടലമാവ് കയ്യിൽ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹെയർ എനിക്ക് ഫേസ് ഓയിലിന് വരുന്നില്ല, ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് ഫേസ് ഓയിൽ നമുക്ക് കഴുകിക്കളയണം. അത് വെറുതെ വെള്ളം കൊണ്ട് കഴുകിക്കളഞ്ഞാൽ മാത്രം പോരാ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കടലമാവ് എടുക്കുക, ഇതുപോലെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഫേസ് പാക്കല്ല, ഫേസ് വാഷ് രൂപത്തിലാക്കുക.
എന്നിട്ട് ഫേസിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ ഫേസിൽ ഗോഷായോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ആ ചെയ്യുന്ന ടൈമിൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ എല്ലാവിടെയും നമ്മുടെ കടലമാവ് വെച്ചിട്ട് ആ ഒരു എണ്ണനെയൊക്കെ അടിമുടി കളയണം കേട്ടോ. ഫേസിൽ നിന്ന് അധിക നേരം എണ്ണ വെക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഞാൻ ഫേസിൽ നിന്ന് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കണം. എന്നിട്ട് ലെവൻ ഉണ്ടല്ലോ, കുറച്ച് തൈര് എടുക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാനും നമ്മളുടെ ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയെടുക്കാനും മഞ്ഞൾ അടിപൊളിയാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്ന് വെച്ചാൽ പാലോ ഇതുപോലെ തൈരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ചുണ്ടിലിട്ടെന്ന് വെച്ചാൽ വായ അടച്ചുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. നിങ്ങളിപ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിന്നുകാരാണ്, നിങ്ങൾക്ക് എന്താണ് ചേരുന്നത്? ചിലപ്പോൾ അലോവേറ ആയിരിക്കും, റോസ് വാട്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്നതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് തൈരും കുറച്ച് മഞ്ഞളും കൂടെ അങ്ങനെ കയ്യിലാക്കിയിട്ട് കണ്ണിൻ്റെ ഇവിടെ തേച്ച് കൊടുക്കുക. ഡാർക്ക് സർക്കിൾസ് ഉള്ളവിടെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ മഞ്ഞളെടുക്കുമ്പോൾ കറിക്ക് വെക്കണ മഞ്ഞൾ എടുക്കരുത്. നമ്മളുടെ മില്ലിൽ നിന്നൊക്കെ ആട്ടിയ മഞ്ഞൾ ഉണ്ടാവുമല്ലോ, അല്ല ആട്ടിയതാ, ആ മഞ്ഞൾ എടുക്കണം. കണ്ണിൻ്റെ ഉള്ളിൽ പെടരുത്, പെട്ടെന്ന് നല്ലതായിട്ട് എറിയും, പിന്നെ കിടന്നങ്ങോട്ട് പൊളയും. കണ്ണിൻ്റെ ചുറ്റും ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാൻ നല്ല അടിപൊളിയാണ്. ഇതെന്താന്ന് വെച്ചാൽ ഞാനായിട്ട് എടുത്തു വെച്ചതാണ്. എഡിറ്റിങ് ചെയ്യാനൊക്കെ ഞാൻ ഇരിക്കുന്ന ടൈമിൽ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഡാർക്ക് സർക്കിൾസ് എന്നെ തേടി വന്നതാണ്. ദേ വന്നു ഞാൻ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ വായ അടയ്ക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ തൈര് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചുണ്ടിൽ ഭയങ്കര ഡാർക്കാണ്. ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഡാർക്ക് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് മാറുമോ അല്ല മാറ്റുമോ ഇല്ല, പിന്നെയും ലിപ്സ്റ്റിക്ക് ഇടും ഡാർക്ക് ആവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പേസ്റ്റ് ആക്കി അങ്ങോട്ട് എടുക്കുക, ലിപ്പിൽ കട്ടിക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഫേസിൽ നമ്മൾ കണ്ണിൻ്റെ ചുറ്റിലാണെന്ന് വെച്ചാലും ചുണ്ടിൻ്റെ എവിടെയാണെന്ന് വെച്ചാലും തൈരുള്ളത് കൊണ്ട് അധികം ഡ്രൈയിങ് ആവില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഇനിയും നമുക്ക് പരിപാടികൾ ഉള്ളതാണ്. അങ്ങനെ മുഖമൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഒപ്പി കൊടുത്താൽ മതി. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും ആക്കി കൊടുക്കരുത്, ഫേസാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത ഫേസ് പാക്കിലോട്ട് ചാടാം. ഫേസ് പാക്ക് എന്താന്ന് വെച്ചാൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കടലമാവ് എടുക്കുക. നമുക്ക് ഇനിയും കടലമാവിൻ്റെ ആവശ്യങ്ങളുണ്ട്. എൻ്റെ കോഴി കടലമാവ് എടുത്തു. ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് എവിടെ തൈര് കേട്ടോ, തൈര് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതങ്ങണ്ട ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ. കോഴിക്ക് വരെ മനസ്സിലായി ബ്രൈറ്റ്നെസ് അടിപൊളിയാണെന്ന്. അതുകൊണ്ടല്ലേ ഇങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. ഈ ഒരു കടലമാവും ബീട്രൂട്ട് ജ്യൂസും പിന്നെന്താണ് തൈരൊക്കെ തരുന്നത്. ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. തൈരൊക്കെ ഒഴിക്കുന്ന ടൈമിൽ കുറച്ച് തണുപ്പിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പം നല്ല രസം ഉണ്ടാവും. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് ഫേസിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ചുണ്ടിൻ്റെ എവിടെയാണെന്ന് വെച്ചാലും കണ്ണിൻ്റെ എവിടെയാണെന്ന് വെച്ചാലും കട്ടിക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ 10 മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി കേട്ടോ. അധികം ഡ്രൈയിങ് ആവണത് വരെ വെക്കരുത്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് അലർജി ഉണ്ടെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് ആണോ റിസൾട്ട് തരുന്നത്. ഇപ്പോൾ
ചിലവർക്ക് തൈര് പറ്റില്ല, ഓയിലി സ്കിന്നുകാരാണ്, സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്ന് വെച്ചാൽ ചിലപ്പോൾ തൈര് അലർജി ആയിട്ടുണ്ടാവും. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാലെടുക്കാം, ഇല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, ഇല്ലെങ്കിൽ അലോവേര ജെൽ എടുക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ടൊമാറ്റോ ജ്യൂസ് എടുക്കുക, പൊട്ടാറ്റോ ജ്യൂസ് എടുക്കുക. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് സ്കിൻ കെയർ ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ, നമ്മുടെ സ്കിന്നുണ്ടല്ലോ ചേഞ്ചസ് നിങ്ങൾക്ക് അറിയുണ്ടോ, നന്നായിട്ട് ചേഞ്ചസ് അറിയും. കാരണം ആഴ്ചയിൽ ഒറ്റ ദിവസം നിങ്ങളിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. സ്കിന്നിലുള്ള ഏകദേശമുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ ടാൻ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ, അൺഈവൻ സ്കിൻ ടോണാണ്, നിങ്ങൾക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ചുണ്ടിലാണെങ്കിലും ചിലർക്ക് ചുണ്ടിൽ ഭയങ്കര ഡാർക്കായിരിക്കും, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ താഴെയൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം ഒന്ന് ടൈം കൊടുത്തിട്ട് ഇങ്ങനെ ഹോം റെമഡീസ് ട്രൈ ചെയ്യുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മുഖം ഒന്ന് തുടച്ച് കൊടുക്കട്ടെ, ഒന്ന് വൃത്തിയായിട്ട് തുടച്ചു കൊടുക്കുക. അടുത്ത പരിപാടിയിലോട്ട് ചാടാനുള്ളതാണ്. കഴുകി വന്നപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഫ്രഷ്നെസ്സും സ്കിന്നൊന്നും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തണുത്ത പാലോ മോരോ ഈ ഒരു പാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു നല്ലൊരു ആശ്വാസം കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തണുത്തത് ഇങ്ങനെ ഫേസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഒരു ഭയങ്കര ഫ്രഷ് ലുക്ക്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഇതിൻ്റെ റിസൾട്ട്, പക്ഷെ എനിക്ക് നേരിൽ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയണം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കൂ പ്ലീസ്. പിന്നെ നിങ്ങൾ ടീനേജേഴ്സ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സൺഡേ കിട്ടുമല്ലോ, സ്കൂളൊക്കെ ലീവ് ആകുന്ന ടൈമിൽ, ആ ഒരു സൺഡേ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതൊക്കെ തന്നെയാണ് ബേസിക് സ്റ്റെപ്പ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ സ്കിന്നൊന്ന് മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാനൊക്കെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ചെയ്തുകൊണ്ടുവന്ന ബേസിക് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെയാണ് റിസൾട്ട് നമുക്ക് നന്നായിട്ട് തരുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാനിതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, നെയ്യും പഞ്ചാരിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്തിനാന്ന് വെച്ചാൽ ലിപ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നെയ്യ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് നെയ്യും ഇഷ്ടമാണ്, വെണ്ണയൊക്കെ ഉണ്ടല്ലോ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതല്ല നമ്മളുടെ ഇവിടുത്തെ ടോപ്പിക്ക്. കുറച്ച് പഞ്ചസാര എടുക്കുക, അതുപോലെ പഞ്ചസാര നെയ്യൊക്കെ നെയ്യുണ്ട് കേട്ടോ. നെയ്യ് എടുക്കുക, ചുണ്ടിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ സ്ക്രബിങ് എന്തിനാണ്. നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ചുണ്ടത്തെ റിമൂവ് ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടും, പിന്നെ നമ്മളെ ചിലപ്പോൾ ചുണ്ട് കടിക്കുന്ന ആൾക്കാരായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചുണ്ട് അങ്ങോട്ട് കറുത്തിരിക്കുകയാണെന്ന് വെച്ചാൽ, ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരിക്കുകയാണെന്ന് വെച്ചാൽ, സ്ക്രബിങ് ചെയ്യുന്നതിൽ കൂടെ അത് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു 5 മിനിറ്റ് അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ചെയ്താൽ മതി, ഇട്ട് ഉരയ്ക്കേണ്ട. ഭയങ്കര സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ മെല്ലെ ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ മിണ്ടാതിരിക്കാം. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ സ്ക്രബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ ലിപ് സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ലിപ് ബാം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ വാസ്ലിനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, ചെറുതായിട്ട് കേട്ടോ. ലിപ് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു തരിപ്പൊക്കെ ഉണ്ടാവും നമ്മുടെ ചുണ്ടിൽ. ഒന്ന് പ്ലംബി ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ, പിന്നെ സ്ക്രബ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു ലിപ് ബാമും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ലിപ് ബാം അത് ഇട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഡ്രൈയിങ് ആയതുകൊണ്ടാണ് ഞാൻ മറ്റേ വാസ്ലിൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തത്. അപ്പോൾ കണ്ടോ, ചുണ്ടൊരു മെനിയൊക്കെ ആയിട്ടോ. കുറച്ച് എന്താ പറയുക, ഭയങ്കര എൻ്റെയൊക്കെ ഭയങ്കര വന്ന് പൊട്ടും, തൊലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുന്ന ടൈമിൽ തൊലിയൊക്കെ അങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അത്രയും ഡ്രൈയിങ് ആണ്. ഞാൻ എത്ര ഹൈഡ്രേറ്റ് ആക്കി വെച്ചിട്ടാണെന്ന് വെച്ചാലും ഈ ഒരു ഡ്രൈയിങ് മാറണില്ല. അപ്പോഴാണ് സ്ക്രബിങ്ങും പിന്നെ ലിപ് മാസ്കും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു വന്നപ്പോൾ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നെപ്പോലെ ഭയങ്കര വേസ്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ലിപ് മാസ്കും സ്ക്രബിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം, ഞാൻ മുമ്പ് ലിപ് ബാമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കറുത്തങ്ങോട്ട് കരിക്കട്ടിയാവും. ഇതാണ്ടോ ഇതാണ് എൻ്റെ ലിപ്പിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ. എൻ്റെ ഭയങ്കര പിങ്കി ആയിട്ടുള്ള ലിപ്സ് ഒന്നുമല്ല, ഇതാണ് ഒറിജിനൽ. കണ്ടോ?
അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഇതും കുടിച്ചുകൊണ്ട് നമ്മുടെ സ്കിൻ കെയറും എല്ലാം കൂടെ അവസാനിപ്പിക്കാട്ടോ. ഇത് ചിയാ സീഡ് വാട്ടർ ആണ്. ഒരു സ്പൂൺ ഇട്ടിട്ടേ ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇത് കുടിക്കുന്ന ടൈമിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കാനും പ്ലംബി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്തിട്ട് വന്നല്ലോ, അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടണം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ സ്കിന്നെ ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കുടിക്കണം. ഇത് അടിന്ന് ഇളകി വരും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. പോയ ഗ്ലാസ്. അപ്പം ഇത് കുടിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതൽ സ്കിന്നിനെ കുറിച്ച് അറിയണം എന്ന് വെച്ചാൽ ഇത് കുടിച്ചാൽ എന്തൊക്കെയാണെന്ന് നമ്മുടെ വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ വെള്ളം കുടിച്ച് ഇത് അടിയിലെത്താറായി. ജസ്റ്റ് ഒന്ന് അങ്ങനെ മെഴുങ്ങാട്ടോ, ചവച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പറയണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ.